എന്റെ കുടുംബം ഓവറായി ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാറില്ല. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അങ്ങനെയാണ്. അച്ഛനും അമ്മയ്ക്കും ഞാൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛനേക്കാൾ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സിനിമയിൽ വരണമെന്ന ആഗ്രഹം പണ്ടുമുതലേ അമ്മയ്ക്കുണ്ട്. ചില റോളുകൾ കാണുമ്പോൾ ഇത് ഇഷാനി ചെയ്താൽ നന്നായിരിക്കും എന്ന് അമ്മ പണ്ടുമുതലേ പറയാറുണ്ട്. നല്ലൊരു സിനിമയിൽ എന്നെ കാണണമെന്ന് അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. തന്റെ സുഹൃത്തായ അർജുനെക്കുറിച്ചും ഇഷാനി സംസാരിച്ചു. 11th സ്റ്റാൻഡേർഡിൽ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് അർജുനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് ആയതാണ്. എന്റെ ക്ലോസ് ഫ്രണ്ട്സ് അർജുനും ദേവനും തന്നെയാണ്. കുറേ വർഷങ്ങളായി അങ്ങനെയാണെന്നും ഇഷാനി കൃഷ്ണ പറഞ്ഞു. ഇഷാനിയുടെ ബോയ് ഫ്രണ്ടാണെന്ന വാദം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. ഇഷാനി ഒരിക്കലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാൻ ഇഷാനി ആഗ്രഹിക്കുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരകുടുംബത്തിന്റെ പോസ്റ്റുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും പല അനുമാനങ്ങൾ ആരാധകർ നടത്തുന്നു. താരകുടുംബത്തിൽ തന്റെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാത്തയാളാണ് ഇഷാനി കൃഷ്ണ. ഇഷാനിക്ക് സിനിമാ രംഗത്ത് ശോഭിക്കാനാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അടുത്തിടെ ഇഷാനിയുടെ പിതാവ് കൃഷ്ണകുമാർ ഇഷാനിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. സത്യം മാത്രം പറയുന്നവൾ, വാശിക്കാരി, വിശ്വസ്ത, ഒരു കാലത്ത് ഓസിയുടെ വാലായിരുന്നു. പിന്നീട് ഓസി അവളുടെ വാലായി മാറി. വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. കുഞ്ഞായിരുന്നപ്പോൾ അവളെ ഞങ്ങൾ വട്ടിളക്കുമായിരുന്നു. പെട്ടെന്ന് മൂടുമാറും, ബഹളമുണ്ടാക്കും. അതിനും ഒരു സൗന്ദര്യമുണ്ടായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ ഇഷാനിയുടെ പിറന്നാൾ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇഷാനിയുടെ ചേച്ചി അഹാന കൃഷ്ണ 2014 സിനിമാ രംഗത്തേക്ക് വരുന്നത്. ഞാൻ സ്റ്റീവ് ലോബസ് എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം. ഒരു പതിറ്റാണ്ടിലേറെയായി സിനിമാ രംഗത്തുണ്ടെങ്കിലും വലിയ അവസരങ്ങൾ അഹാനയ്ക്ക് ലഭിച്ചതേയില്ല. കുറച്ച് സിനിമകളിൽ മാത്രമേ അഹാന ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ.